ഹലോ ഗൈസ്, നമ്മളിതാ ഒറ്റ മിനിറ്റിൽ മൂന്നാർ പോന്നു. പെട്രോൾ 500 രൂപയ്ക്ക്. നമ്മളെ ട്രിപ്പ് മെമ്പേഴ്സായ അർഷു, അർഷു, ജാസിം, മസി, ഇല്യാസ്, ശശാങ്കൻ. ട്രെയിനിലിറങ്ങിയ ഇല്യാസിന് എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു ഇതാണ് ഇത്. ശശാങ്കൻ എന്താ പറയാനുള്ളത്? പകുതി എത്തി, കോടമഞ്ഞ് അടിച്ചു തുടങ്ങി. ഹലോ ഗൈസ്, ഇനി മൂന്നാർ എത്താൻ എത്ര 80 കിലോമീറ്റർ അറിയില്ല. നമ്മളെ ടീം മെമ്പേഴ്സ് തിരിഞ്ഞു പോയി, കാര്യമില്ല. ഇങ്ങനെ ഒറ്റ ഇതാക്കുന്ന മൂന്നാറിലെ തണുപ്പ് കാരണം 2 ഡ്രസ്സ് കൊണ്ടുവന്ന ശശാങ്ക്. ശരിയാ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? തണുപ്പ് കൂടി. പെട്രോൾ കുഞ്ഞാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് മൂന്നാറിൽക്കാട് ഒറ്റ മൈൻഡിന്റെ വൈകിട്ട് കോർണർ കഫേ ഇരിക്കുന്ന നമ്മൾ ഇപ്പൊ ഇവിടെ വന്ന് ഹോസ്പിറ്റലില് പറഞ്ഞിട്ടില്ല ഗൈസ്. നാളെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കുന്നാണ് അറിയാൻ കിട്ടിയത്. അത്യാവശ്യം അടിപൊളി ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. ഈ റൂമ കാണിച്ചു തരാം, നോക്കിയേ. മൂന്നാറിലെ 6:30 ക്ലൈമറ്റ് ആണ്, വ്യൂ ആണ് നമ്മൾ കാണുന്നത്. മാസിയേ എണീക്കടാ. ഹായ് ഗൈസ്, നമ്മളപ്പോ നമ്മുടെ റിസോർട്ടിലേക്ക് നടക്കുകയാണ്. എവിടെ റിസോർട്ടിൽ കാണിച്ചു കൊടുക്കും ഗൈസ്. പറക്കാട്ട് നേച്ചർ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഇല്യാസിന്റെ ഫോട്ടോഗ്രാഫി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഫോട്ടോ ഇതേതാ? ചാപ്പർ പിള്ളേര് കുറച്ച് കഴിയുമ്പോ ബ്രോയും പറയും ഇതുപോലെ എടുക്കാൻ. റോഡ് നമ്മളവിടെ ഉണ്ട്. റൂമിലോട്ട് നടാ. മലയുടെ മോളിൽ നിന്നിട്ട് സംസാരിക്കണ പോലെയാണ്. മല കിട്ടണത്ര അവർക്ക്. എന്നാ പിന്നെ വൈകിട്ടിട്ട് ബൂട്ടി വെച്ചിട്ട് എടുക്കാം. പിന്നെ അത് ശരിയാ, കൊച്ചി നിർത്താൻ പോലായിരുന്നാ. അണ്ണൊക്കെ തൂങ്ങി കിടന്നു പോകുന്നു. അല്ല, ചെറുതായിട്ട് നല്ല ക്ഷീണമായിരിക്കും. അല്ലെ പോയി വരുമ്പോ പിന്നെ ആര് ഈ ചായ കുടിക്കാന്ന് പറയുന്നത്? എത്തുന്നിട്ടല്ലേ കൊടുങ്ങല്ലൂര്, ഇവൻ പാലക്കാട്, കൊല്ലം അവൻ മലപ്പുറം, കൊല്ലം. എല്ലാ ജില്ലക്കാരും നമുക്ക് ഗൈഡ് പാല് മാറ്റുന്നു. രാവിലെ ഇല്ലാസിന്റെ പേര് ഇഷ്ടമായി. അമ്പിളി ഒന്നിരിഞ്ഞേ. പോയി
കുനിഞ്ഞ ഗൈസ് മൂന്നാറിൽ നിന്ന് വട്ടവട പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. പൂരിയുടെ വട വെക്കത്തില്ല. ഹായ് ഇല്ലാസാ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ഇല്ലാസിനെ പെണ്ണ് ബ്രോ. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എത്ര രൂപ? 2000 രൂപ. നമ്മൾ മസിയും ജാസ്മിനെയും തപ്പി കുറെ നേരം മറ്റോടെ നിൽക്കുന്നു. ഉമ്മാരെ എവിടെ പോയി കിടക്കുന്നു? അരമണിക്കൂർ. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത്രയും 50. എത്ര വണ്ടില്? ഒരു കെട്ട് 50 മേടിക്ക് കഴിച്ചോണ്ട് പോവാ. കഴുകി തരാ ബ്രോ. ബ്രോ പൈസ നല്ല ഫ്രഷ് നാടൻ കാറ്റെന്ന് പറഞ്ഞാണ് ചെക്കൻ നമുക്കത് തരുന്നത്. പോട്ടൊന്നുമില്ല. നമ്മളെവിടെ എത്തി? മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി കോയിലില്ലേ മാറിയില്ലേ വണ്ടി ഉണ്ട്. വാ ബ്രോ, അടുത്ത സ്പോട്ട് എവിടെ? എന്തിനാ ബ്രോ ഇവിടെ നിന്ന്? നോട്ട് നോക്കുന്നുണ്ട്. മനസ്സിലായി. അങ്ങനെ ഇത്രയും സ്പോട്ടിൽ നിന്ന് ഇത് നോക്കി അറിയാൻ പറ്റും. ഇതാണ് ആ സ്ഥലം. ഈഡൻ പ്ലേസ് കാണിച്ചു തരാൻ പറഞ്ഞ ഇന്ത്യാസ് ഒരു സ്ഥലത്ത് ഇറക്കിയതാണ്. സ്വിറ്റ്സർലാൻഡ്. ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ഈ സ്ഥലത്തിന്റെ പേര് സ്വിറ്റ്സർലാൻഡ്. മുങ്ങുന്നാണ് ഗായ്സ്. സൂപ്പർ. ശശാങ്കന്റെ വാക്ക് കേട്ട് അവൻ ചാടുന്നത് ഇതുവരെ മണ്ടത്തില്. എന്ത് പറയാ പൊള്ളിയാ? ഐസ് വാട്ടർ. അടുത്ത ഇല്യാസ് ചാട്. ഇല്ല ലോ കൊള്ളി. ഇല്യാസിന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? പോവാണ്. ഷൂ നനഞ്ഞ് വന്നിക്കേ. അൻസറിനില്ലാതെ ചെന്ന് കയറിക്കൊടു. അങ്ങോട്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പശു ഫാം. സ്വിറ്റ്സർലാൻഡ്. മിനി സ്വിറ്റ്സർലാൻഡ്. ഞാൻ പറഞ്ഞ സ്ഥലം എങ്ങനെയുണ്ട്? എന്നാ ഫോട്ടോ കണ്ടപ്പോ ഇറങ്ങിയതാ പശുവിനെ. എപ്പോ? 5ാം ക്ലാസ്സിലാ. ഈ കഴിഞ്ഞ വല്ല വന്നതാണ്. അല്ലടാ, എന്റെ ഫാമിലിയിട്ട് വന്നില്ല ഞാന്. അവനൊരു കമ്പനി ആയപ്പോ ഇറക്കിയ സ്ഥലമാണ് ചാണത്തി ചവിട്ടി പറിച്ച് പിണ്ടത്തി ചവിട്ടി നടക്കുന്ന ചാണകം. കുട്ടികൃഷ്ണനായത് എന്തുവാ?
ഒരു വീഡിയോ എടുത്തല്ലേ അമ്മാവേ മറക്കാതെ എങ്ങനെ കയറും ഷോക്സ് തുടങ്ങാൻ പുതിയ ഐഡിയ. അണ്ണന്റെ പാത പിന്തുടർന്ന് സ്ട്രോബെറി കാണാൻ പോകും. സ്ട്രോബെറി ഇല്ലാത്ത 1 കിലോ സ്ട്രോബെറി ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് അറിയാനായിരിക്കും. എന്നെ വേണ്ടത്ര യൂസ് ചെയ്ത് എനിക്ക് സ്ട്രോബെറി മതിക്കുന്നു. സ്ട്രോബെറി വൈൻ ഇടയ്ക്ക് കുടിക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഇച്ചിരി ഇച്ചിരി കുടിച്ചോ. മറ്റേത് തീർത്തോ കൊള്ളാം. സ്ട്രോബെറി തോട്ടം ഇത് ജാമാണ്. ജാം ജിം ജാം. ഗൂഗിൾ പേ ഇല്ലേ? ഹോട്ട്സ്പോട്ട് വേണമെങ്കിൽ ഓണാക്കി തരാം. ഓക്കെ ഹോട്ട്സ്പോട്ട് ഓണാക്കി തരാം. ജാം വേണോ? തുറന്ന് എന്താണിത്? സ്മോൾ 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 ലൈനിലൂടെ ഉള്ളില്ല. വേണോ? ഗ്യാസ് ഇവിടെ പോയി. ഒരു ഗ്ലാസ് കൂടെ എന്നെ അടിയാ. പോലീസ് പിടിക്കോ? അത് വിശ്വസിച്ചാ വണ്ടി പറ്റാറാവുന്ന അന്നപ്പം ഞങ്ങൾ പെട്രോള് ബ്ലാക്കിന് മേടിച്ചടിച്ചതാണ്. പെട്രോൾ തീരുന്നു, ബ്ലാക്കിന് അയക്കുന്നു. 500 രൂപ 1 ലിറ്റർ പെട്രോൾ. ഹലോ ഒച്ച ഉണ്ടാക്കി അവിടെ കേൾക്കുവോ? ഒരാൾ അപ്പുറത്ത് നിൽക്കണം. എക്കോ പോയിന്റ് ഇതാണ് ഗൈസ് എക്കോ പോയിന്റ്. കണ്ടാ കേട്ടാ അവിടെ ആരുണ്ട്? അവിടെ അവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്ത് പോയി നേരെ കേൾക്കാം. ഇത് മറ്റേതാണ്. നമ്മ പറഞ്ഞു പിടിച്ച് ലാസ്റ്റ് നമ്മുടെ ഇത് ഏത് ദിവസം എക്കോ പോയിന്റ്. എക്കോ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരാൾ ഡബ് ചെയ്യും. അത് ഈ കൊല്ലം ഫ്യൂറി ആദ്യമായിട്ട് വന്നോണ്ടാണ് ആന ഇവിടെ സേവ് ദ ഡേറ്റ് എടുക്കുകയാണ് ഗൈസ്. നടക്കും ഇരുന്നാലേ ഇതൊക്കെ എവിടെ നടന്നു പോകുന്നത്? ഇത് ശരിക്കും എക്കോ പോയിന്റിലേക്ക് അവിടെ നിന്ന് നല്ല വൃത്തിക്ക് കേൾക്കാം. ഓക്കെ ഗൈസ്, അർഷു നമ്മുടെ ബാക്കിൽ ഇരിക്കുകയാണ്. ഇല്ല, ബാക്കിൽ നടക്കുകയാണ്. മൈൻഡ് അല്ല. ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ. അത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇതിനാഴുണ്ടോ ബ്രോ? ബ്രോ ഞങ്ങൾ പോലും കേട്ടില്ല. എന്തോ ബ്രോ?
ഇവിടുന്ന് അവിടുന്ന് പറയുന്ന പോലെ ഇല്ലാതെ അത് വന്നു പോയി വായി കുട്ടി ശങ്കരാന്ന് എന്നിട്ട് അഭിനയിക്കുന്നു. ആരുണ്ടാണത്? ഇല്ലാസ് എന്തോ ഒരു സ്ഥലത്ത് മാത്രം അറിയുന്ന ഇല്ലാസ് ഇങ്ങനെ എടുത്ത് എറിയുന്നു. ബാബ അടുത്ത മണവാളൻ മണവാളൻ കുറച്ചുപേരും കൂടെ ഉള്ളു, കുറച്ച് നമ്മുടെ സ്പെൻഡ് അവന്റെ മുടി പോകുന്നു കാണാൻ പോയിട്ട് ഇതൊന്നും കാണാനുള്ള ശേഷി ഇനി കണ്ണീരൊന്നും എക്കോട്ടസ് ടെസ്റ്റ് ചെയ്യാൻ പോണു. ബ്രോ ലക്ഷ്മി ടെസ്റ്റ് ചെയ്യാൻ മാത്രം കൊള്ളാം. ജാസിമിന്റെ ഒരു കഴിവേറി ഇനി ഗ്യാപ്പ് റോട്ടിലേക്ക് പോകുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് പറക്കാട്ട് ഇപ്പൊ എപ്പോഴാ? പറക്കാട്ട് നമ്മുടെ പ്രൊമോഷൻ ഉണ്ടെന്നാണ് ശശാങ്കൻ പറയുന്നത്. ശശാങ്ക, പാർക്കാട്ടിനെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? അല്ല, പോണതിനെ പറ്റി എന്താ അഭിപ്രായം? കിട്ടുമോ? നമുക്കറിയാം. അയാൾ വിളിച്ചിട്ട് ആരാന്ന് അതിന് നീ ഏതാ ഫസ്റ്റ് വർക്കൗട്ട്? ഇല്ല, ഇപ്പൊ തന്നെ പോണ്ട. എന്തായാലും എത്തിയില്ലേ? അല്ല, ഗ്യാപ്പ് റോഡ് പോണ്ട, ഫസ്റ്റ് ആദ്യം പറക്കാട്ടോ. ഇല്ല ബ്രോ, വലിയ ദൂരം ഇല്ല. നമ്മള് കഴിച്ചെടുത്തുന്നല്ലേ, കുറച്ചേ ഉള്ളു. കഴിച്ചവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. ഗ്യാപ്പ് റോഡ് പോയിക്കല്ലേ ഫസ്റ്റ് പാർക്കാട്ട് ഫോട്ടോഷൂട്ട് അതൊക്കെ സെറ്റ് ആക്കാം. ഇവിടെ കുറച്ച് വെയിൽ കൊള്ളട്ടെ. വെയില് കൊള്ളാം. വരുന്ന വഴിക്ക് ഫുള്ള് വെയിലല്ലോ. ചൂടത്ത് നിർത്തുന്നു. പാലക്കാടിന്റെ ഓരോ ഗുണങ്ങളും ഞങ്ങളുടെ ചൂടില്ല പറ്റത്തില്ല. ട്രിപ്പിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം? ഒട്ടും ഈഗോ ഇല്ലാത്ത ട്രിപ്പാണ്. ഇതെന്താ ഞാനല്ലേ ഇതെന്ത് കാക്കതൂറി കട്ട് ചെയ്യേണ്ട വരും ഇതൊക്കെ. ഇതൊക്കെ രാത്രി അടിച്ച് തുടച്ച് ബ്ലാക്ക് ഷർട്ട് എടുത്ത് തുടച്ച് ഇല്ലാസ് കണ്ണ് കാണിക്കുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഉറക്കത്തിന് എപ്പോ വിളിച്ചാലും ശശി അറിയേ ഞാൻ അറിയിട്ടില്ല എന്ന് പറയണ ആരാ? ആ ശരിയാ. രാത്രി വിളിച്ചത് ഹാപ്പിയാണ്. സക്സസ്ഫുള്ളി ഗൈസ്, നമ്മൾ മൂന്നാർ നമ്പർ 1 റിസോർട്ടായ പറക്കാട്ട് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുത്തി മറി ബ്രോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടത് പറക്കാട്ട് റിസോർട്ടിലാണ്. ഇവിടുത്തെ വ്യൂ ഞങ്ങൾ കാണിച്ചിരുന്നു. അത് കണ്ടു. ഇപ്പൊ എവിടെ നിൽക്കുന്ന? ഞങ്ങളിപ്പോൾ പറക്കാട്ട് റിസോർട്ടിൽ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ചായ ഉണ്ടാക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട്. 2 ഗ്ലാസ് ഉണ്ട്. ബാക്കി വ്യൂസ് കാണിച്ചു തരാം. അടിപൊളി റൂമാണ്. 2 റൂം. ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ ബാത്റൂമാണ്. അത് നിങ്ങൾ കാണേണ്ട സാധനമാണ്.
എടുത്തു മതി. നമുക്ക് ഒരു വീഡിയോ എടുക്കണം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബട്ടർ ചിക്കനും പൊറോട്ടയും കിട്ടിയ കോമ്പിനേഷനായിരുന്നു. അടിപൊളി ബട്ടർ ചിക്കൻ എങ്ങനെയുണ്ട്? കഴിച്ചാ സലാഡ് എങ്ങനെയുണ്ടെന്നല്ല செம்மையா இருக்கு. எல்லாரும் வாங்க. റൂമൊക്കെ കണ്ടാലേ അറിയാം എന്ത് സെറ്റപ്പ്. പാർക്കാട്ടിലെ നാളത്തെ രാവിലത്തെ വൈബ് ഞങ്ങൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ ബൈ.